2 വർഷം മുൻപ് ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ബാറ്റിംഗിൻ്റെ നെടുന്തൂണായിരുന്ന ചേതേശ്വർ പൂജാര വിരമിച്ചു. 2010 ഓസ്ട്രേലിയക്കെതിരെ ബാംഗ്ലൂരിലായിരുന്നു താരത്തിൻ്റെ അരങ്ങേറ്റം. 2023 ഓവലിൽ വെച്ച് നടന്ന വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു അവസാന മത്സരം. 103 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം 176 ഇന്നിംഗ്സുകളിൽ നിന്നും 43.6 റൺസ് ശരാശരിയിൽ 7195 റൺസ് എടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള 8ാമത്തെ താരമാണ് ചേതേശ്വർ പൂജാര. 19 സെഞ്ചുറികളും 35 അർദ്ധ സെഞ്ചുറികളും താരം നേടിയിട്ടുണ്ട്. 2012 ഇംഗ്ലണ്ടിനെതിരെ ദ്രാവിഡിൻ്റെ പിൻഗാമിയായി 3ാം സ്ഥാനത്തെത്തിയ ആദ്യ പരമ്പരയിൽ 389 പന്തിൽ നിന്നും 206 റൺസ് നേടി മത്സരത്തിൽ ഇന്ത്യയെ വിജയിപ്പിച്ചു. താരത്തിൻ്റെ കരിയറിലെ ഉയർന്ന വ്യക്തിഗത സ്കോറായിരുന്നു ഇത്. 2017 525 ബോളിൽ നിന്നും 202 റൺസ് നേടിയ താരം ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും ദൈർഘ്യമേറിയ ഇന്നിംഗ്സ് എന്ന റെക്കോർഡും സ്വന്തമാക്കി. മത്സരത്തിൽ 11 മണിക്കൂറിലധികമാണ് താരം ക്രീസിൽ നിന്നത്. 2018-19 ഓസ്ട്രേലിയയിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ ടെസ്റ്റ് പരമ്പര വിജയത്തിലെ ടോപ്പ് സ്കോററായിരുന്നു ചേതേശ്വർ പൂജാര. പരമ്പരയിൽ 7 ഇന്നിംഗ്സുകളിൽ നിന്നും 74.42 റൺസ് ശരാശരിയിൽ 521 റൺസ് താരം നേടി. 2021 ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ബ്രിസ്ബനിൽ വെച്ച് നടന്ന 4ാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ 211 ബോളിൽ നിന്നും 56 റൺസ് എടുത്ത് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച താരത്തിൻ്റെ പ്രകടനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മത്സരത്തിൽ ഓസ്ട്രേലിയൻ ബൗളർമാരുടെ തീവാർന്ന ബോളുകൾ 11 തവണയാണ് താരത്തിൻ്റെ ദേഹത്ത് പതിച്ചത്. എന്നിട്ടും ക്ഷമയോടെ പിടിച്ചു നിന്ന താരത്തിൻ്റെ ഇന്നിംഗ്സ് ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു.